ജസ്ന തിരോധാന കേസിൽ അച്ഛന്റെ വാദങ്ങൾ തള്ളി CBI. ജസ്നയുടെ അച്ഛൻ ആരോപിക്കുന്നത് പോലെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന് CBI കോടതിയെ അറിയിച്ചു. ജസ്ന ഗർഭിണിയായിരുന്നില്ല എന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI ഇൻസ്പെക്ടർ നേരിട്ട് ഹാജരായി അറിയിച്ചു. കേസിൽ ഈ മാസം 29-ന് വിധി പറയും. ജസ്ന തിരോധാന കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ കുടുംബം നൽകിയ ഹർജി കോടതി പരിഗണിക്കവെയാണ് അച്ഛന്റെ വാദങ്ങൾ CBI തള്ളിയത്. ജസ്നയുടെ രക്തക്കര അടങ്ങിയ വസ്ത്രങ്ങൾ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നുവെന്നായിരുന്നു അച്ഛൻ ജെയിംസിന്റെ മൊഴി. ഇക്കാര്യത്തിൽ CBI ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ CBI ഇൻസ്പെക്ടർ നിപുൾ ശങ്കർ കേസ് പരിഗണിച്ച തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത്. വിശദീകരണം ആവശ്യപ്പെട്ട് കോടതി തന്നെയാണ് CBI ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത്. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി CBI എടുത്തിട്ടില്ലെന്നും ജസ്നയുടെ അച്ഛൻ ജെയിംസ് ആരോപിച്ചു. എന്നാൽ കേസിൽ എല്ലാവരുടെയും മൊഴിയെടുത്തുവെന്നും CBI ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു. CBI സംഘത്തിന് ലഭിക്കാത്ത ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും ജസ്നയുടെ അച്ഛൻ ജെയിംസ് പറഞ്ഞു. അതേസമയം കേസ് വിധി പറയാനായി ഈ മാസം 23-ലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.